എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിതിൻ. പബ്ലിക്കിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്റർനെറ്റിൽ ബ്രൗസ് ചെയ്യുമ്പോൾ ബേസിക്കായി അറിയേണ്ടുന്ന ചില കാര്യങ്ങൾ, അതായത് ബ്രൗസറുകൾ, ഇന്റർനെറ്റ് സ്പീഡ് തുടങ്ങിയവ. അതുപോലെ ഡാറ്റ എൻട്രി ചെയ്യുമ്പോൾ ഫോണ്ടുകൾ, കീബോർഡുകൾ തുടങ്ങിയ നേരത്തെ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ഡാറ്റ എൻട്രി ചെയ്യുന്നതിനുള്ള രീതികൾ, പിന്തുടരാവുന്ന നല്ല മാതൃകകൾ തുടങ്ങിയവയാണ്. അടുത്തതായി ഒരു ഓൺലൈൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ബേസിക്കായി അറിയേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഏത് ബ്രൗസർ ഉപയോഗിക്കണം, അതുപോലെ ഇന്റർനെറ്റിന്റെ സ്പീഡ് എങ്ങനെ നമുക്ക് നോക്കാം തുടങ്ങിയ കാര്യങ്ങൾ. ഇതിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് 2 തരത്തിലുള്ള ബ്രൗസറുകളാണ്. നിങ്ങൾക്കൊക്കെ പരിചയമുള്ളതാണ്. ഒന്ന് ഗൂഗിൾ ക്രോമും അടുത്തത് മൈക്രോസോഫ്റ്റ് എഡ്ജും. ബ്രൗസറുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് സ്ഥിരതയുള്ളതും വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നതും സുരക്ഷിതവും ആയിരിക്കണമെന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. വിൻഡോസിലും ലിനക്സിലും എളുപ്പം ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം എന്നതുകൊണ്ട് തന്നെ ഗൂഗിൾ ക്രോം ആയിരിക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സൗകര്യം. ഞാൻ ഈ ഗൂഗിൾ ക്രോം എന്ന് പറയുമ്പോൾ അത് ഗൂഗിൾ സെർച്ച് അല്ല എന്ന് മനസ്സിലാക്കുക. കാരണം ഗൂഗിൾ ക്രോമും സെർച്ചും തമ്മിൽ വ്യത്യാസമുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ സ്ലൈഡിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഗൂഗിൾ ക്രോമും അതുപോലെ ഗൂഗിൾ സെർച്ചും തമ്മിലുള്ള വ്യത്യാസമാണ്. ശരിയിട്ട ഐക്കൺ ആണ് ഗൂഗിൾ ക്രോം, തെറ്റ് മാർക്ക് ഇട്ടത് ഗൂഗിൾ സെർച്ചുമാണ്. ഇത് പല ആളുകൾക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് ബ്രൗസ് ചെയ്യുമ്പോൾ ഗൂഗിൾ ക്രോം തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുപോലെ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് പല ഇഷ്യൂസും വരാറുണ്ട്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉപയോഗിക്കുന്ന ബ്രൗസറിന്റെ വേർഷൻ. അത് ലേറ്റസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ലോഡ് ചെയ്ത് കിട്ടണമെന്നില്ല. എങ്ങനെയാണ് ഗൂഗിൾ ക്രോമിന്റെ വേർഷൻ ചെക്ക് ചെയ്യുന്നത് എന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. അതിന് മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ നേരത്തെ കാണിച്ചിരുന്ന ഗൂഗിൾ ക്രോം ബ്രൗസറിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് തുറക്കുക. അപ്പോൾ ബ്രൗസറിന്റെ ഏറ്റവും മുകളിൽ വലതുഭാഗത്തായി കുത്തനെയുള്ള 3 കുത്തുകൾ കാണാൻ വേണ്ടി പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെനു തുറന്നു വരും. അതിൽ ഏറ്റവും താഴെയായി സെറ്റിംഗ്സ് എന്നൊരു ബട്ടൺ കാണാൻ പറ്റും. സെറ്റിംഗ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും താഴെയായി എബൌട്ട് ക്രോം എന്നൊരു ബട്ടൺ കാണാൻ പറ്റും. എബൌട്ട് ക്രോം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഗൂഗിളിന്റെ വേർഷൻ നമ്പർ അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന വേർഷൻ ലേറ്റസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി ഗൂഗിൾ ക്രോം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ് എന്ന ബട്ടൺ ആണ് കാണുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ലേറ്റസ്റ്റ് വേർഷൻ അല്ല എന്നുള്ളതും അപ്ഡേഷൻ ബാക്കിയുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനനുസൃതമായി നമ്മുടെ ബ്രൗസർ എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ഇതേപോലെ തന്നെ കമ്പ്യൂട്ടറിലും നമുക്ക് നമ്മുടെ ബ്രൗസറിന്റെ വേർഷൻ ചെക്ക് ചെയ്ത് ആവശ്യമുള്ള അപ്ഡേഷനുകൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അടുത്തതായി മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്റർനെറ്റിന്റെ സ്പീഡ് ചെക്ക് ചെയ്യുക എന്നുള്ളത്. പലപ്പോഴും ഇന്റർനെറ്റിന്റെ സ്പീഡിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് പല സോഫ്റ്റ്വെയറുകളും തുറക്കാൻ പറ്റാതെ വരാറുണ്ട്. ഇന്റർനെറ്റ് സ്പീഡ് ചെക്ക് ചെയ്യുന്നതിന് ഗൂഗിൾ സെർച്ച് എടുത്ത് അതിൽ ഗൂഗിൾ ഇന്റർനെറ്റ് സ്പീഡ് ടെസ്റ്റ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ റൺ സ്പീഡ് ടെസ്റ്റ് എന്ന ഒരു നീല ബട്ടൺ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സ്പീഡ് ടെസ്റ്റ് ആരംഭിക്കാം. കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് ടെസ്റ്റ് ഒക്കെ നടത്തി അത് ഡൗൺലോഡ് സ്പീഡും അതുപോലെ അപ്ലോഡ് സ്പീഡും ഒക്കെ സ്ക്രീനിൽ കാണിച്ചു തരും. അതുകൂടാതെ ഇന്റർനെറ്റ് കണക്ഷൻ ഫാസ്റ്റ് ആണോ അല്ല സ്ലോ ആണോ എന്നുള്ളതൊക്കെ അവിടെ എഴുതി കാണിച്ചു തരും. ഇന്റർനെറ്റിന്റെ കണക്ഷൻ സ്പീഡ് ഇന്റർനെറ്റ് കണക്ഷന്റെ സ്പീഡ് ഇതുപോലെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് വളരെ കുറവാണെങ്കിൽ അതിനനുബന്ധിച്ചുള്ള മറ്റ് സംവിധാനങ്ങൾ നമുക്ക് പകരം ഏർപ്പാട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്തതായി ലൈബ്രറികളിൽ ഡാറ്റകൾ സൂക്ഷിച്ചിരിക്കുന്ന വിവിധ രീതികളും ഫോർമാറ്റുകളും ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഇത് നമ്മുടെയൊക്കെ വായനശാലയിലുള്ള ഒരു സ്റ്റോക്ക് രജിസ്റ്റർ ആണ്. ഇത് പ്രത്യേകം പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. എല്ലാവരും ഇത് വായനശാലയിൽ സൂക്ഷിക്കുന്നുണ്ടാവും. ഇത് പ്രിന്റ് ചെയ്ത ഒരു കാറ്റലോഗ് ആണ്. ചില വായനശാലകൾ ഇതുപോലെ കൈകൊണ്ട് എഴുതുന്നതിന് പകരം ടൈപ്പ് ചെയ്ത് പ്രിന്റ് ചെയ്ത് ഇതുപോലെ കാറ്റലോഗുകൾ സൂക്ഷിക്കാറുണ്ട്. ഇതൊരു സ്പ്രെഡ്ഷീറ്റിൽ ചെയ്ത് അല്ലെങ്കിൽ എക്സൽ ഷീറ്റിൽ ചെയ്തൊരു കാറ്റലോഗ് ആണ്. ചില വായനശാലകൾ ഇത്തരത്തിൽ എക്സൽ നമ്മുടെ ഡാറ്റകൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ടാവും. ഇതൊരു സോഫ്റ്റ്വെയറിൽ ഡാറ്റ എൻട്രി നടത്തി ഉണ്ടാക്കിയ കാറ്റലോഗ് ആണ്. അതായത് ലിപ്കാർഡ് സോഫ്റ്റ്വെയറിൽ ഡാറ്റ എൻട്രി നടത്തി ഉണ്ടാക്കിയ കാറ്റലോഗ് ആണ് ഈ കാണുന്നത്. കോഹ സോഫ്റ്റ്വെയറിൽ ഡാറ്റ എൻട്രി നടത്തിയപ്പോൾ ലഭിച്ച ഒരു കാറ്റലോഗ് ആണിത്. അങ്ങനെ വ്യത്യസ്തങ്ങളായ രീതികളിലും ഫോർമാറ്റുകളിലും നമുക്ക് കാറ്റലോഗ് ഉണ്ടാക്കാനും അത് സൂക്ഷിക്കാനും പറ്റും. ഇനി അടുത്തതായി ഈ കാറ്റലോഗ് ഉണ്ടാക്കുന്നതിന്റെ പ്രോസസ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു ഏകീകൃത കാറ്റലോഗ് ഉണ്ടാക്കുന്നതിന് ഈ കാണുന്ന പൈപ്പ് ലൈനിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതായത് ആദ്യം ഡാറ്റ എൻട്രി ചെയ്യുക, അതിനുശേഷം അതിലുള്ള തെറ്റുകൾ മനസ്സിലാക്കാൻ വേണ്ടി അതൊന്ന് വെരിഫിക്കേഷൻ നടത്തുക, അതിനുശേഷം തെറ്റുകൾ തിരുത്തി നമുക്ക് ക്ലീൻ ആയി കിട്ടുന്ന ഡാറ്റകൾ പബ്ലിഷ് ചെയ്യുക. ഡാറ്റ എൻട്രി ചെയ്യുന്നതിന് നമുക്ക് പല വഴികളും ഉപയോഗിക്കാം. എക്സൽ ഷീറ്റുകൾ ഉപയോഗിച്ച് ഡാറ്റ എൻട്രി ചെയ്യാം, ഗൂഗിൾ ഫോമുകൾ ഉപയോഗിച്ച് ഡാറ്റ എൻട്രി ചെയ്യാം, പബ്ലിക് പോർട്ടൽ വഴി നമുക്ക് ഡാറ്റ എൻട്രി നടത്താം. ആളുകൾക്ക് തടസ്സങ്ങളില്ലാതെ ഡാറ്റ എൻട്രി ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് ഒന്നിൽ കൂടുതൽ മാർഗങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഏതാണോ കൺവീനിയന്റ് ആയി ഓരോരുത്തർക്കും തോന്നുന്നത് അതിനനുസരിച്ചുള്ള മാർഗങ്ങൾ അവർക്ക് സ്വീകരിക്കാവുന്നതാണ്. ഈ ചാർട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ടൂളുകൾ ആർക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. എക്സൽ ഷീറ്റ്, അതുപോലെ ഗൂഗിൾ ഫോം, അതുപോലെ പബ്ലിക് പോർട്ടൽ, ഈ 3 കാര്യങ്ങളും ഇതുവരെ തുടങ്ങാത്തവർക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം.
അതായത് എക്സൽ ഷീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വായനശാലകളിൽ ഉപയോഗിക്കുന്ന രജിസ്റ്ററുകളുടെ അതേ മാതൃകയിൽ തന്നെയാണ്. തുടക്കക്കാർക്ക് വേണമെങ്കിൽ അത് കുറച്ചുകൂടി എളുപ്പത്തിൽ നോക്കിയിട്ട് അതേ മാതൃകയിലായതുകൊണ്ട് തന്നെ ഡാറ്റകൾ അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ് ഉള്ളതെങ്കിൽ, മൊബൈൽ ഫോണിലൂടെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് വേണമെങ്കിൽ നമുക്ക് ഗൂഗിൾ ഫോം സജസ്റ്റ് ചെയ്യാം. അതുപോലെ വളരെ സിമ്പിളായി കാര്യങ്ങൾ ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നവർക്ക് വേണമെങ്കിൽ പബ്ലിക് പോർട്ടൽ നമുക്ക് നിർദ്ദേശിക്കാവുന്നതാണ്. ഇനി നേരത്തെ ഡാറ്റ എൻട്രി ചെയ്തവരാണെങ്കിൽ മിക്കവാറും ആളുകൾ ഒന്നുകിൽ എക്സൽ ഷീറ്റിലോ അല്ലെങ്കിൽ മറ്റു സോഫ്റ്റ്വെയറിലോ ആയിരിക്കും ഡാറ്റ എൻട്രി ചെയ്തിട്ടുണ്ടാവുക. എക്സൽ ഷീറ്റിൽ ചെയ്തവരാണെങ്കിൽ അത് വെച്ചിട്ട് തന്നെ അവർക്ക് മുന്നോട്ട് പോകുന്ന രീതിയിൽ അവർക്ക് എക്സൽ ഷീറ്റുകൾ തിരഞ്ഞെടുക്കാം. അതുപോലെ മറ്റു സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നവർക്കും അവരുടെ ഡാറ്റകൾ എക്സൽ ഫോർമാറ്റിലേക്ക് ഡൗൺലോഡ് ചെയ്ത് കാറ്റലോഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനി അടുത്തതായി ഉപയോഗിക്കുന്ന ഫോണ്ടുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. 2 ടൈപ്പിലുള്ള ഫോണ്ടുകളാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് സർവ്വസാധാരണമായി ഉപയോഗിച്ച് വരുന്നത്. അതിൽ ആദ്യത്തത് MLTT ഫോണ്ടുകളാണ്. കുറെ കാലമായി നമ്മുടെ നാട്ടിലെ DTP സെന്ററുകളൊക്കെ ആളുകൾ ഈ ഒരു ഫോണ്ട് ഉപയോഗിച്ചിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത്. MLTT രേവതി, MLTT കാർത്തിക തുടങ്ങി വ്യത്യസ്തങ്ങളായ ഫോണ്ടുകൾ ഇത്തരത്തിൽ നിലവിലുണ്ട്. ഇനി അടുത്തത് ഇന്ന് ആളുകൾ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന, ലോകം മുഴുവൻ ഉപയോഗിക്കുന്ന യൂണിക്കോഡ് ഫോണ്ടുകളാണ്. ഇതിപ്പോ ഈ ചിത്രത്തിൽ കാണുന്ന കേരള സർക്കാരിന്റെ ലോഗോയുടെ അടിയിൽ കേരള സർക്കാർ എന്ന് എഴുതിയിട്ടുള്ളത് യൂണിക്കോഡ് ഫോണ്ടിലാണ്. മഞ്ചരി ഒരു യൂണിക്കോഡ് ഫോണ്ടാണ്. അങ്ങനെ പലതരത്തിലുള്ള യൂണിക്കോഡ് ഫോണ്ടുകളും ഇന്ന് അവൈലബിൾ ആണ്. ഈ 2 ഫോണ്ടുകളും എന്താണെന്നും അതിന്റെ പ്രത്യേകത എന്താണെന്നും മനസ്സിലാക്കുന്നതിന് മുന്നേ മലയാളം ടൈപ്പിങ്ങിന് മലയാളം അക്ഷരങ്ങൾക്ക് വരുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൽ ആദ്യത്തേത്, നമ്മുടെ ഭാഷ എഴുതുന്നത് എല്ലായ്പ്പോഴും ഇടത്ത് നിന്ന് വലത്തോട്ടായിരിക്കില്ല. ഇവിടെ ഉദാഹരണത്തിന് കൊടുത്തതുപോലെ ക എന്ന അക്ഷരം കോ എന്നാക്കണമെങ്കിൽ നമ്മൾ അതിന്റെ മുന്നിൽ ചില ചിഹ്നങ്ങൾ നമ്മൾ ചേർക്കേണ്ടെന്ന ഒരു ആവശ്യമുണ്ട്. അതുപോലെ തന്നെ 2 അക്ഷരങ്ങൾ കൂടി ഒന്നാകാറുണ്ട്. അതുപോലെ അതായത് ഇരട്ടിപ്പുകൾ ക എന്നത് ഇക്ക ആയത് നോക്കുക. അതുപോലെ തന്നെ മോഡിഫയർ ചേർത്തുകൊണ്ട് ചില അക്ഷരങ്ങളുടെ ഷേപ്പ് മാറുന്നുണ്ട്. ഉദാഹരണത്തിന് ക എന്നത് കൃ എന്നാകുന്നു. അതുപോലെ പുതിയ ലിപി, പഴയ ലിപി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരേ ലെറ്റർ തന്നെ 2 വിധത്തിലൊക്കെ നമ്മൾ എഴുതാറുണ്ട്. ഇനി MLTT ഫോണ്ടുകൾ എന്താണെന്ന് നോക്കാം. ഇതിന്റെ ഒരു പ്രശ്നം, നമ്മൾ ഇന്ത്യൻ ഭാഷയിലാണ് സ്ക്രീനിൽ കാണുന്നതെങ്കിലും കമ്പ്യൂട്ടറിൽ അത് സേവ് ആകുന്നത് ചിഹ്നങ്ങളായാണ്. അതുകൊണ്ട് തന്നെ അത് വെച്ച് വിവരങ്ങൾ തിരയാൻ സാധിക്കില്ല. ഇതൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് പ്രകാരം ഒന്നും ഉണ്ടാക്കിയതല്ല. കുറെ കാലമായി നിലവിലുള്ളത് കൊണ്ട് തന്നെ DTPക്കാരാണ് ഇത് സാധാരണയായി ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ചുരുക്കത്തിൽ ഇതിന്റെ ഏറ്റവും വലിയ ന്യൂനത എന്നത് സ്ക്രീനിൽ കാണുന്ന ഭാഷയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കൃത്യമായി ഉത്തരം ലഭിക്കില്ല എന്നുള്ളതാണ്. കാരണം അത് സേവ് ചെയ്യപ്പെടുന്നത് ചിഹ്നങ്ങളായാണ്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന കാലഘട്ടത്തിൽ ഇത്തരം MLTT ഫോണ്ടുകൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് പുതുതായി ഡാറ്റ എൻട്രി ചെയ്യുന്നവർ MLTT ഫോണ്ടുകളിലല്ല ഡാറ്റ എൻട്രി നടത്തുന്നത് എന്നുള്ളത് പ്രത്യേകം ഉറപ്പുവരുത്തണം. ഇന്ന് ലോകം മുഴുവൻ ഉപയോഗിക്കുന്ന ഒരു ഫോണ്ട് സിസ്റ്റമാണ് യൂണിക്കോഡ്. നമ്മൾ എഴുതുന്ന എല്ലാ സിംബലുകൾക്കും അതിന്റെ കോഡുകൾ ഉണ്ടാവും. ലോകത്തിലെ ഒരു സിംബലിന് ഒറ്റ കോഡ് മാത്രമേ യൂണിക്കോഡിൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മലയാള അക്ഷരങ്ങൾ മലയാളത്തിൽ തന്നെ തിരയാം. ഭാവിയെ കണ്ടുകൊണ്ട് നിർമ്മിച്ചതുകൊണ്ട് തന്നെ ഇവയ്ക്ക് കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസ് ലഭിക്കുന്നുണ്ട്. പുതിയ കാലത്ത് ഇന്റർനെറ്റിലും മൊബൈൽ ഫോണിലും ഒക്കെ ഉപയോഗിക്കുന്ന ഇത്തരം ഫോണ്ടുകളാണ്. ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇനി പുതുതായി ഡാറ്റ എൻട്രി ചെയ്യുന്നവർ യൂണിക്കോഡ് ഫോണ്ടിലാണ് ഡാറ്റ എൻട്രി നടത്തുന്നത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. ഇനി നേരത്തെ ഡാറ്റ എൻട്രി ചെയ്തവർ MLTT ഫോണ്ടുകൾ ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവർ അവരുടെ ഡാറ്റകൾ ഇനി യൂണിക്കോഡ് ഫോണ്ട് ഫോർമാറ്റിലേക്ക് മാറ്റേണ്ടി വരും. അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിന് ആദ്യം ചെയ്യേണ്ടത് ഗൂഗിൾ സെർച്ച് എടുത്തിട്ട് MLTT ഫോണ്ട് ടു യൂണിക്കോഡ് കൺവേർഷൻ എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് LSG കേരളയുടെ സൈറ്റ് ആയിരിക്കും. ആ സൈറ്റ് തുറന്ന് അതിന്റെ ഇടതുഭാഗത്ത് കാണുന്ന കോളത്തിൽ യൂണിക്കോഡിലേക്ക് മാറ്റേണ്ടുന്ന MLTT ഫോണ്ടുകൾ കോപ്പി ചെയ്തുകൊണ്ട് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം താഴെ കൊടുത്ത കൺവേർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലതുഭാഗത്തെ കോളത്തിൽ ആ ഡാറ്റകൾ യൂണിക്കോഡ് ഫോണ്ടിലേക്ക് മാറിക്കൊണ്ട് ഡിസ്പ്ലേ ആവുന്നതായിട്ട് കാണാം. അത് പിന്നീട് കോപ്പി ചെയ്ത് നമുക്ക് എക്സൽ ഷീറ്റിലേക്ക് പേസ്റ്റ് ചെയ്താൽ മതിയാകും. ഇനി അടുത്തതായി മലയാളം ടൈപ്പ് ചെയ്യുന്നതിനായി ഏതൊക്കെ തരത്തിലുള്ള കീബോർഡുകൾ ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പണ്ട് നമ്മൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ടൈപ്പ് റൈറ്റർ ആണ്. മലയാളം ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ടൈപ്പ് റൈറ്റർ കീബോർഡ് ആണ് ഈ ചിത്രത്തിൽ കാണുന്നത്. ഈ കാണുന്നത് ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് ആണ്. അതായത് നമ്മുടെ MLTT ഫോണ്ടുകളൊക്കെ വന്ന കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടൈപ്പിംഗ് രീതിയാണിത്. ഇതിപ്പോൾ എല്ലായിടത്തും ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ യൂണിക്കോഡ് ഫോണ്ടുകൾ ഉപയോഗിച്ച് ഇൻസ്ക്രിപ്റ്റ് രീതിയിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സംവിധാനങ്ങളും നിലവിലുണ്ട്. ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന ഫോണറ്റിക് കീബോർഡുകളാണ്. നമ്മൾ ഈ മംഗ്ലീഷ് കീബോർഡ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന മൊബൈൽ ഫോണിൽ ഉള്ള പോലുള്ള കീബോർഡുകൾ. അത്തരത്തിലുള്ള കീബോർഡാണ് ഇത്. എളുപ്പത്തിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അടുത്തതാണ് എഴുതുന്ന കീബോർഡുകൾ അല്ലെങ്കിൽ മലയാളം ഹാൻഡ് റൈറ്റിംഗ് കീബോർഡുകൾ. ഇത് നിങ്ങൾക്ക് മൊബൈൽ ഫോണിലൊക്കെ ഉപയോഗിച്ച് പരിചയം ഉണ്ടാവും. ഇത്തരം കീബോർഡുകൾ നമുക്ക് ഡാറ്റ എൻട്രിക്ക് വേണ്ടി ഉപയോഗിക്കാം. സംസാരിച്ചുകൊണ്ട് ഡാറ്റ എൻട്രി നടത്താൻ വേണ്ടി പറ്റുന്ന വോയിസ് കീബോർഡുകളും ഇന്ന് അവൈലബിൾ ആണ്. ഇനി അടുത്തതായി ഉള്ളത് ഗൂഗിൾ ലെൻസ് ആണ്. നമുക്കറിയാം
ഏത് വസ്തുക്കളോ ഏതെങ്കിലും വസ്തുക്കളോ അല്ലെങ്കിൽ ഡാറ്റകളോ നമുക്ക് ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കൊരു ഫയലായി റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേ രീതിയിൽ നമുക്ക് ഈ ഡാറ്റകൾ നമ്മൾ ടൈപ്പ് ചെയ്ത ഡാറ്റകളും നമുക്ക് സ്കാൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അത് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സംവിധാനങ്ങൾ ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി അടുത്തതായി ഡാറ്റ എൻട്രി നടത്തുമ്പോൾ നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല മാതൃകകൾ, അതായത് ഓരോ വിവരങ്ങളും നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി സാധിക്കുന്ന നല്ല മാതൃകകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഡാറ്റ എൻട്രി നടത്തുമ്പോൾ ഗ്രന്ഥകർത്താവിന്റെ പേര് എഴുതുന്നത് എങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം. സാധാരണ ഗ്രന്ഥകർത്താവിന്റെ പേരിന്റെ ആദ്യ ഭാഗം ആദ്യവും രണ്ടാമത്തെ ഭാഗം അത് കഴിഞ്ഞുമാണ് നമ്മൾ രേഖപ്പെടുത്താറ്. അതേ രീതിയിൽ തന്നെ എഴുതുന്നതായിരിക്കും നല്ലത്. മറ്റു രീതികളൊക്കെ ഉപയോഗിക്കുന്നത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഉദാഹരണത്തിന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പേര് മുഹമ്മദ് ബഷീർ വൈക്കം എന്ന് നമ്മൾ തിരിച്ചെഴുതുകയാണെങ്കിൽ അതിലുണ്ടാകുന്ന അപാകത നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അടുത്തതായുള്ള സംശയമാണ് എഴുത്തുകാരന്റെ പേര് അദ്ദേഹം അറിയപ്പെടുന്ന പേരിൽ എഴുതണോ അതോ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരിൽ എഴുതണോ എന്നത്. അതായത് ഉറൂബ് എന്ന പേര് അങ്ങനെ എഴുതണോ അല്ല PC കുട്ടിക്കൃഷ്ണൻ എന്ന യഥാർത്ഥ പേര് എഴുതണോ എന്നുള്ളത്. തീർച്ചയായും ഗ്രന്ഥകർത്താവിന്റെ യഥാർത്ഥ പേരിന് പകരം ഉറൂബ് എന്ന അദ്ദേഹം അറിയപ്പെടുന്ന പേര് ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. ചിലപ്പോൾ ഗ്രന്ഥകർത്താക്കളുടെ പേരിന്റെ ഇനീഷ്യൽസിനായിരിക്കും അവരുടെ യഥാർത്ഥ പേരിനേക്കാളും പ്രശസ്തി ഉണ്ടാവുക. അങ്ങനെയുള്ള ആളുകളുടെ യഥാർത്ഥ പേരിന് പകരം അവരുടെ ഇനീഷ്യൽസ് നമ്മൾ എഴുതിയാൽ മതിയാകും. ഉദാഹരണത്തിന് ONV എന്നതിന് ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് എന്ന് എഴുതേണ്ടുന്ന ആവശ്യമില്ല. ഇനി ഒന്നിൽ കൂടുതൽ എഴുത്തുകാർ ചേർന്നാണ് ഒരു പുസ്തകം എഴുതിയിട്ടുള്ളതെങ്കിൽ അത് കോമയിട്ട് സെപ്പറേഷൻ നടത്തി നമുക്കൊരു കോളത്തിൽ തന്നെ എഴുതാം. രണ്ട് പേരുകൾ രണ്ട് കോളങ്ങളിലായി എഴുതരുത്. മലയാളം ഒഴിച്ചുള്ള മറ്റു ഭാഷകളിൽ നിന്നുള്ള എഴുത്തുകാരുടെ പേരുകൾ ഇംഗ്ലീഷ് ടൈറ്റിൽ കേസിൽ എഴുതുക. ടൈറ്റിൽ കേസ് എന്താണെന്ന് ഈ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതായത് ജോർജ് ഓവൽ എന്ന പേരിന്റെ ജിയും ഓയും ക്യാപിറ്റലായി തന്നെ എഴുതുന്നതാണ് ടൈറ്റിൽ കേസ്. ജി ക്യാപിറ്റലും ഓ സ്മോളും ഇടുന്നത് തെറ്റാണ്. അതുപോലെ തന്നെ മറ്റു ഉദാഹരണങ്ങളും കൂടി നോക്കുക. മലയാളം വാക്കുകൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുമ്പോൾ പല രീതിയിൽ സ്പെല്ലിങ്ങുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ആടുജീവിതം അതുപോലെ രണ്ടാം ഊഴം തുടങ്ങിയ പുസ്തകങ്ങൾ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഉദാഹരണമായി കാണാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തതായി പുസ്തകത്തിന്റെ പേരുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. മലയാളം പുസ്തകങ്ങളുടെ പേരുകൾ മലയാളത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. അതുപോലെ അന്യഭാഷാ പുസ്തകങ്ങളുടെ പേരുകൾ ഇംഗ്ലീഷ് ടൈറ്റിൽ കേസിൽ എഴുതേണ്ടതാണ്. മറ്റു ഭാഷകളിൽ നിന്നും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത പുസ്തകങ്ങൾ കോമ ഉപയോഗിച്ചിട്ട് വേർതിരിച്ചെഴുതാം. അതുപോലെ അന്യഭാഷാ പുസ്തകങ്ങളുടെ പേരുകൾ എഴുതേണ്ടത് എങ്ങനെയെന്ന് ഈ ഉദാഹരണങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ടൈപ്പിംഗ് കേസിലാണ് ഇംഗ്ലീഷ് ടൈറ്റിൽ കേസിലാണ് നമ്മൾ അന്യഭാഷാ പുസ്തകങ്ങൾ എഴുതേണ്ടത്. അനിമൽ ഫാം, തിരുക്കുറൽ, മധുശാല ഈ പുസ്തകങ്ങൾ ശരിയായും തെറ്റായും എങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. വിവർത്തനങ്ങളുടെ പേരുകൾ യഥാർത്ഥ പുസ്തകത്തിന്റെ പേര് അതേ ഭാഷയിലും ഏത് ഭാഷയിലേക്കാണോ വിവർത്തനം നടത്തിയത് ആ പുസ്തകത്തിന്റെ പേര് വിവർത്തനം നടത്തിയ ഭാഷയിലും ആണ് എഴുതേണ്ടത്. അത് രണ്ടും കോമയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതേണ്ടതും ആവശ്യമാണ്. ഉദാഹരണത്തിന് പാവങ്ങളാണെങ്കിൽ മലയാളത്തിൽ പാവങ്ങൾ, ഇംഗ്ലീഷിൽ ലെസ് മിസറബിൾസ് എന്ന് നമുക്ക് ഒരു കോളത്തിൽ തന്നെ കോമയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വേർതിരിച്ചെഴുതാം. അടുത്തതായി പുസ്തക വിഭാഗങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. പുസ്തക വിഭാഗം ടൈപ്പ് ചെയ്യുന്ന സമയത്ത് വിഭാഗത്തിന്റെ പേരുകൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഒരു വിഭാഗം തന്നെ രണ്ട് രീതികൾ ടൈപ്പ് ചെയ്യരുത്. മാത്രമല്ല വിഭാഗം ചേർക്കുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ്സ് ഒഴിവാക്കാൻ അതൊരു ലിസ്റ്റിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന രീതിയിലൂടെ ക്രമീകരിക്കുന്നത് നന്നായിരിക്കും. വിഭാഗത്തിന്റെ പേര് ഇംഗ്ലീഷിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നതിന് ഇവിടെ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. നോവൽ, അതായത് ഇംഗ്ലീഷിൽ എഴുതിയ നോവലുണ്ട്. അതുപോലെ മലയാളത്തിൽ എഴുതിയ നോവലുണ്ട്. മലയാളത്തിൽ എഴുതുന്നത് തെറ്റായ രീതിയാണ്. അതുപോലെ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ എന്നതിന് പകരം ബാലസാഹിത്യം എന്ന് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതും തെറ്റാണ്. അതുപോലെ സ്റ്റോറീസ് എന്നത് കഥകൾ എന്ന് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. അതും തെറ്റായ രീതിയാണ്. ഈ ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ ഒരു വിഭാഗത്തിന് തന്നെ ഒന്നിലധികം പേരുകൾ ഉണ്ടാക്കരുത്. വിഭാഗം എഴുതുമ്പോൾ ഒരക്ഷരം മാറിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അത് പുതിയൊരു വിഭാഗമായി കണക്കാക്കുന്നതാണ്. പറ്റുകയാണെങ്കിൽ വിഭാഗങ്ങൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു ലിസ്റ്റിൽ നിന്നും തിരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ക്രമീകരിക്കുക. ഗൂഗിൾ ഫോമിലും അതുപോലെ പബ്ലിക് ഡാറ്റ എൻട്രി ടൂളിലും ഇത്തരത്തിലുള്ള കാറ്റഗറി ലിസ്റ്റ് അല്ലെങ്കിൽ വിഭാഗത്തിന്റെ ലിസ്റ്റ് നേരത്തെ തയ്യാറാക്കി വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്തതായിട്ട് ആക്സഷൻ നമ്പർ അല്ലെങ്കിൽ സ്റ്റോക്ക് നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അതിൽ ആദ്യം ലൈബ്രറിയിലെ പുസ്തകത്തിന്റെ സ്റ്റോക്ക് നമ്പറുകൾ യുണീക്ക് ആയിരിക്കണം എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് അത് റിപ്പീറ്റ് ചെയ്ത് വരാൻ വേണ്ടി പാടില്ല. ഒരു നമ്പർ ഒരു പ്രാവശ്യം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അടുത്തതായി പുസ്തകത്തിന്റെ സ്റ്റോക്ക് നമ്പർ എത്രയാണോ അത് അതേ രീതിയിൽ തന്നെ എഴുതണം. ആൽഫബറ്റ്സ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും അതിലേക്ക് ആഡ് ചെയ്യരുത്. മൂന്നാമതായി സ്റ്റോക്ക് നമ്പറിന്റെ ഓർഡറിൽ തന്നെ ഡാറ്റ എൻട്രി ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും ഡാറ്റ എൻട്രി നടത്താവുന്നതാണ്. നാലാമതായി ഒരു മാൻഡാറ്ററി ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ആ കോളം ഒരിക്കലും ഒഴിഞ്ഞു കിടക്കരുത്. സ്റ്റോക്ക് നമ്പർ ശരിയായും തെറ്റായും എഴുതിയതിന്റെ ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പച്ച മാർക്ക് കൊടുത്തത് ശരിയായി എഴുതിയത്, റെഡ് ക്രോസ് മാർക്കിൽ എഴുതിയത് തെറ്റായ രീതിയിലാണ്.
അതിലെ സ്റ്റോക്ക് നമ്പർ ഡ്യൂപ്ലിക്കേറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പുസ്തകങ്ങൾ ഷെൽഫിൽ കൃത്യമായി അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ കോൾ നമ്പർ ഉപയോഗിക്കുന്നത്. കോൾ നമ്പർ ഉണ്ടാക്കാൻ വേണ്ടി കുറേയധികം മെത്തേഡുകളുണ്ട്. പല രീതിയിൽ ആൾക്കാർ അത് ചെയ്യാറുണ്ട്. ചിലത് ഷെൽഫിൽ പുസ്തകങ്ങളുടെ സ്ഥലം മാത്രം, അതായത് ഇന്ന പൊസിഷൻ ആണ് എന്നത് മാത്രം ഉള്ള വിവരങ്ങൾ നൽകുമ്പോൾ, ചിലത് എഴുത്തുകാരുടെ പേരിനനുസരിച്ചിട്ട് പുസ്തകങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പബ്ലിക് 2 മെത്തേഡുകളെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എഴുത്തുകാരുടെ പേരിനനുസരിച്ച് ക്രമീകരിക്കുന്ന മെത്തേഡുകൾ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ജസ്റ്റ് അറേഞ്ച് ചെയ്യേണ്ട മെത്തേഡ് വേണമെങ്കിൽ അതും ഉപയോഗിക്കാം. ഏത് മെത്തേഡാണോ നിങ്ങൾക്ക് കംഫർട്ടായി തോന്നുന്നത് അത് ഉപയോഗിച്ചിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. പബ്ലിക് എന്തായാലും 2 മെത്തേഡുകളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി എഴുത്തുകാരുടെ പേരിനനുസരിച്ചിട്ട് പുസ്തകങ്ങൾ ക്രമീകരിക്കുന്ന കോൾ നമ്പർ ഓട്ടോമാറ്റിക്കായി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സപ്പോർട്ടുകളും പബ്ലിക് വഴി ലഭിക്കുന്നതാണ്. ഈ ടേബിൾ ശ്രദ്ധിക്കുക. ഇതിലെ വ്യത്യസ്തങ്ങളായ കാറ്റലോഗ് സ്കീമുകൾ ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഡിഡിസി കോഡ്, നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ട്രഡീഷണൽ നമ്പറിംഗ് സിസ്റ്റം, മറ്റ് കാറ്റലോഗിംഗ് നമ്പറിംഗ് സിസ്റ്റംസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതിനൊക്കെ ഷെൽഫിൽ അറേഞ്ച് ചെയ്യേണ്ട സംവിധാനം മാത്രമുണ്ട്, ഏതിനൊക്കെ പുസ്തകങ്ങൾ ഓഥറുടെ പേരിന്റെ അടിസ്ഥാനത്തിലോ പുസ്തകത്തിന്റെ പേരിന്റെ അടിസ്ഥാനത്തിലോ സോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ വിവരങ്ങളൊക്കെ ഷെൽവിംഗ്, സോർട്ടിംഗ് തുടങ്ങിയ കോളങ്ങളിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായി ഭാഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പറയാനുള്ളത്, എക്സൽ ഷീറ്റിൽ ഡാറ്റ എൻട്രി നടത്തുന്ന സമയത്ത് ഭാഷാ കോഡുകൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്നതാണ്. ഉദാഹരണത്തിന് മലയാളത്തിന് 1 എന്നുള്ള നമ്പർ ഉപയോഗിക്കാം, 2 ഇംഗ്ലീഷിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ISO സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് കോഡുകളും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഉദാഹരണത്തിന് ഇംഗ്ലീഷിന് EN എന്ന് ഉപയോഗിക്കാം, മലയാളത്തിന് ML എന്ന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, വിവർത്തനം നടത്തിയ പുസ്തകത്തിന്റെ ഭാഷ എഴുതുമ്പോൾ ഏതു ഭാഷയിലേക്കാണോ വിവർത്തനം നടത്തിയത് ആ ഭാഷയുടെ പേരാണ് എഴുതേണ്ടത്. ഭാഷയ്ക്ക് കൊടുക്കേണ്ടുന്ന സ്റ്റാൻഡേർഡ് കോഡുകളുടെ ഫോർമാറ്റുകൾ ശരി മാർക്കിൽ താഴെയായി കൊടുത്തിട്ടുണ്ട്. 1 അല്ലെങ്കിൽ ML മലയാളത്തിന്, 2 അല്ലെങ്കിൽ EN ഇംഗ്ലീഷിന്, അങ്ങനെ. ഇതുപോലെയാണ് നമ്മൾ ഡാറ്റ എൻട്രി ചെയ്യുമ്പോൾ ഭാഷയുടെ കോഡുകൾ മാർക്ക് ചെയ്യേണ്ടത്. അതേപോലെ വിവർത്തനങ്ങളുടെ കേസിൽ ഏതു ഭാഷയിലേക്കാണോ പുസ്തകം വിവർത്തനം ചെയ്തിട്ടുള്ളത് ആ ഭാഷയുടെ കോഡാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതിന്റെ ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാവങ്ങളുടെ കോഡ് ML ആണ്, അല്ലാതെ ഫ്രഞ്ചിന്റെ FR അല്ല. അതുപോലെ സാപ്പിയൻസ് എന്നുള്ളതിന്റെ കോഡ് ML ആണ്, ഇംഗ്ലീഷിന്റെ EN അല്ല എന്നത് വ്യക്തമായി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി പുസ്തകങ്ങൾ തിരയുന്നത് കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ സബ്ജക്റ്റ് എന്നൊരു ഓപ്ഷൻ കൂടെയുണ്ട്. റിസർച്ചുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് ഒരു സബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസിലേക്ക് പോയി സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എക്സ്ട്രാ സബ്ജക്റ്റുകൾ വളരെയേറെ ഉപകാരപ്പെടും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പാവങ്ങൾ എന്ന പുസ്തകങ്ങൾക്ക് കാറ്റഗറി നോവൽ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും എക്സ്ട്രാ സബ്ജക്റ്റ് വേണമെങ്കിൽ ഫ്രഞ്ച് ഹിസ്റ്ററി എന്ന് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫ്രഞ്ച് ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഞ്ച് ഹിസ്റ്ററി എന്ന് തിരഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ പാവങ്ങൾ കൂടി അതിൽ വരും. അതുപോലെ തന്നെ മൊബി-ഡിക്ക് എന്ന നോവലിന് എക്സ്ട്രാ സബ്ജക്റ്റ് സീ, വെയിൽസ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കടലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തിമിംഗലവുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രാ സബ്ജക്റ്റിൽ കൊടുത്തത് കൊണ്ട് തന്നെ സീ എന്നോ വെയിൽസ് എന്നോ തിരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൊബി-ഡിക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്തത് പുസ്തക തരമാണ്. പലതരത്തിലുള്ള പുസ്തകങ്ങൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് നമ്മുടെ വായനശാലയിൽ വരാറുണ്ട്. ഉദാഹരണത്തിന് റെഫറൻസ് ബുക്കുകൾ, ബുക്കുകൾ, CD, മാഗസിൻസ്, അങ്ങനെ പലതും. അത് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പുസ്തകതരം നമ്മൾ ഉപയോഗിക്കുന്നത്. റെഫറൻസ് ലൈബ്രറി ഉപയോഗത്തിന് ആവശ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് പുസ്തക കാറ്റഗറി അല്ല പുസ്തകതരം എന്നുള്ളതാണ്. കാരണം റഫറൻസ് പുസ്തകങ്ങൾക്ക് ശരിക്കു പറഞ്ഞ കാറ്റഗറി ഉണ്ടാവും. റഫറൻസ് എന്നത് കാറ്റഗറിയായി മാർക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല. അങ്ങനെ ചെയ്തവരുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് യഥാർത്ഥ കാറ്റഗറി അവിടെ ടൈപ്പ് ചെയ്യണം. അതുപോലെ തന്നെ പുസ്തക തരം എന്നുള്ളിടത്ത് റഫറൻസ് എന്നുള്ളതും ആക്കി മാറ്റണം. റഫറൻസ് എന്നത് ഒരു കാറ്റഗറി അല്ല എന്നതിന് ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. നിയമവുമായി ബന്ധപ്പെട്ട ഒരു റഫറൻസ് പുസ്തകം, ആ പുസ്തകത്തിന്റെ കാറ്റഗറി ലീഗൽ എന്നതാണ്. അതിന്റെ പുസ്തക തരമാണ് റഫറൻസ്. ഇനി ഏറ്റവും അവസാനമായി സ്റ്റാറ്റസ് മാർക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ വായനശാലയിലെ ചില പുസ്തകങ്ങൾ സ്റ്റോക്കിലുണ്ടാവും, പക്ഷെ അത് ഷെൽഫിൽ ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ പുസ്തകങ്ങൾ നമ്മൾ ബൈൻഡിങ്ങിനായി കൊടുക്കാറുണ്ട്. അപ്പോൾ അത് പുസ്തക ഷെൽഫിൽ ഉണ്ടാവില്ല. അതിന് വേണമെങ്കിൽ നമുക്ക് സസ്പെൻഡ് എന്ന് മാർക്ക് ചെയ്യാം. അത് പിന്നീട് തിരിച്ചു വരുമ്പോൾ സസ്പെൻഡിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്യാം. സ്റ്റോക്കിൽ നിന്നും ഒഴിവാക്കിയ പുസ്തകങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട പുസ്തകങ്ങൾ ഉണ്ടാവും. അതിനൊക്കെ നമുക്ക് ഡിലീറ്റ് എന്ന് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ പുസ്തകങ്ങളുടെ സ്റ്റാറ്റസ് മാർക്ക് ചെയ്യുന്നതിനാണ് സ്റ്റാറ്റസ് ഉപയോഗിക്കുന്നത്. ഭാവിയിലെ ഉപയോഗ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഡാറ്റകൾ ശേഖരിക്കുന്നത്. ഒരു സോഫ്റ്റ്വെയറിനപ്പുറം സ്ഥാപിതമായ പ്രയോഗങ്ങളെയും സമ്പ്രദായങ്ങളെയുമാണ് ഇതിനായി ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആധുനിക ഡാറ്റ മാനദണ്ഡങ്ങളെ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. നേരത്തെ സൂചിപ്പിച്ച യൂണിക്കോഡ്, ഡാറ്റകൾ സൂക്ഷിക്കുന്നതിനുള്ള ബിബ്ലിയോഗ്രാഫി സ്റ്റാൻഡേർഡായ ഡബ്ലിൻ കോർ തുടങ്ങിയ ആധുനിക സംവിധാനങ്ങൾ പബ്ലിക്കിന്റെ ഭാഗമായത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്.
ഡാറ്റ എൻട്രി നടത്തുന്നതിന് മുൻപേ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ സെഷനിൽ പ്രധാനമായും സംസാരിച്ചത്. അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയ ശേഷം ഡാറ്റ എൻട്രി തുടങ്ങുന്നത് തെറ്റുകൾ ഒഴിവാക്കാൻ സഹായിക്കും. ഏകീകൃത കാറ്റലോഗിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പാകത്തിൽ തെറ്റുകൾ കുറഞ്ഞ ഒരു ഡിജിറ്റൽ കാറ്റലോഗ് ഉണ്ടാക്കാൻ ഇത് എല്ലാവരെയും സഹായിക്കുന്നു. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.